പദ്ധതികളിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള സർക്കാർ നീക്കത്തിന് LDF പിന്തുണ. ജനങ്ങൾക്ക് ദോഷം ചെയ്യാത്ത തരത്തിൽ വരുമാന സ്രോതസ് കണ്ടെത്തണമെന്നും കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്നും സർക്കാരിനോട് LDF ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. അർജുൻ, കിഫ്ബി വരുമാനമുള്ളതാക്കും എന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിനുള്ള വഴികൾ എന്താണ് എന്ന കാര്യം അദ്ദേഹം ബജറ്റിൽ വിശദീകരിച്ചിരുന്നില്ല. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. LDF എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിലാണ് ഈ കിഫ്ബി വഴി വരുമാനമുണ്ടാക്കുന്ന പദ്ധതി അക്കാര്യത്തിലൊരു വിശദമായ ചർച്ച നടത്തണമെന്ന് പറഞ്ഞ് LDF യോഗം പിരിഞ്ഞത്. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിലൊരു എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം ഉൾപ്പെടെ അത് ജനങ്ങളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം മതി തീരുമാനമെന്ന തരത്തിലാണ് LDF യോഗം ചേർന്ന് പിരിഞ്ഞത്. പക്ഷേ ഇപ്പോൾ LDF കൺവീനറുടേതായി വന്നിട്ടുള്ള സർക്കുലറിൽ പക്ഷേ അങ്ങനെയല്ല. കാര്യങ്ങൾ കിഫ്ബി വഴി പണം കണ്ടെത്തണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് LDF ഈ സർക്കുലറിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ കിഫ്ബിയുടെ സംരക്ഷണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് LDF സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യാത്ത നിലയിൽ വരുമാന സ്രോതസ് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് LDF ചെയ്തിട്ടുള്ളത്. അതായത് വിശദമായ ചർച്ച എന്നതൊക്കെ മാറ്റിവെക്കുകയാണ്. ഇനി കിഫ്ബി വഴി വരുമാനം കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കണമെന്ന് ഒരു നിർദ്ദേശമായി തന്നെ LDF മുന്നോട്ട് വെക്കുന്നത് വഴി ഇക്കാര്യത്തിൽ കിഫ്ബി റോഡുകളിൽ ഉൾപ്പെടെ ടോൾ പിരിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ വരികയാണ്. യൂസർ ഫ്രീ ഈടാക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ സർക്കാരിന് പോകാൻ കഴിയും. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ ഇപ്പോൾ CPM LDF അവഗണിക്കുകയാണ്. പ്രത്യേകിച്ച് CPI ആണ് ഇക്കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള എതിർപ്പ് കഴിഞ്ഞ മുന്നണി യോഗത്തിലും പിന്നീട് നേതാക്കളൊക്കെ പരസ്യമായി ഉന്നയിച്ചിരുന്നത്. ടോൾ പിരിക്കുന്നതൊക്കെ സാധാരണ ജനങ്ങളെയൊക്കെ ബാധിക്കുന്നതാണ്, LDFന്റെ നയം അതല്ല എന്നതായിരുന്നു CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നിലപാട്. RJDയും ആ രീതിയിലാണ് നിലപാട് എടുത്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കിഫ്ബി സംരക്ഷിക്കാൻ അത്തരത്തിലുള്ള നടപടികൾ വേണ്ടിവരുമെന്ന സൂചനയാണ് LDF സർക്കാരിന് നൽകിയിട്ടുള്ള ഈ സർക്കുലറിൽ പറയുന്നത്. അത് ഉദ്ദേശിക്കുന്നത് കിഫ്ബി ഒരുപാട് വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികളൊക്കെ നടപ്പാക്കണം. അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ കിഫ്ബി സംരക്ഷിക്കപ്പെടണം. അങ്ങനെ സംരക്ഷിക്കാനായി വരുമാന സ്രോതസ് കണ്ടെത്താൻ കഴിയണം എന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് നൽകിയിട്ടുള്ള നിർദ്ദേശമായി LDF ഈ സർക്കുലറിൽ പറയുന്നത്. കിഫ്ബിയെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും LDF ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ വരുമാനം ഉറപ്പാക്കിക്കൊണ്ട് കിഫ്ബി തുടരുന്നതിൽ LDFന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പില്ല. ഇക്കാര്യത്തിൽ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കരുത് എന്ന് മാത്രമാണ് ഉള്ളത്. അതായത് വരുമാനം കിഫ്ബി പദ്ധതി വഴി തന്നെ വരുമാനം തേടുന്നതിനുള്ള LDFന്റെ പിന്തുണയാണ് ഈ സർക്കുലറിലൂടെ വ്യക്തമാകുന്നത്. ഇക്കാര്യത്തിൽ CPI ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികൾ ഇനി എന്ത് പറയുമെന്നുള്ളതും പ്രധാനമാണ്. ലക്ഷ്മി. അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.